ഇവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 മമ്മി ഉടമ്പടി എടുത്ത് ആ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇവിടെ നിന്നപ്പോൾ അറിയില്ല, ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ മമ്മി ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ദൈവമേ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഫിസിയോളജി എക്സാം അത് ഞാൻ ഇവിടെ വന്നപ്പം 6ാമത്തെ തവണ ഞാൻ എഴുതുന്നത്. ആ ഒരു സബ്ജക്റ്റ് മാത്രം ഞാൻ 6ാമത്തെ തവണ എഴുതുന്നത്. അന്നേരം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട, അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അങ്ങനെ 4th ഇയർ ആയി. 4th ഇയർ എഴുതിയിട്ടും എൻ്റെ ബാച്ചിൻ്റെ ഒപ്പം എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല, കാരണം ഈ എക്സാം ഉള്ളതുകൊണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 29 2023 ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുക്കാനുള്ള ഉടമ്പടി ജസ്റ്റ് എടുത്തു എന്ന് മാത്രം, പ്രാർത്ഥിച്ചു. പക്ഷേ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ല. സാധാ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്ന പോലെ സാക്ഷ്യപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും എടുത്തു. ഓൺലൈനായിട്ട് കുർബാന കാണും, അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ആ എക്സാം വന്നു, വീണ്ടും ഫെയില്, 7ാമത്തെ തവണയായി. ഇനി എനിക്ക് 8ഉം 9ഉം കൂടെ കിട്ടിയാലാണ് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും കഴിയുമ്പോൾ എനിക്ക് 4th ഇയറെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 2ാമത്തെ പുതുക്കലിന് ഇവിടെ വന്നു. പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അറിയില്ല, ഞാൻ പുറകിലെ നിന്നത്. മാതാവിൻ പ്രദക്ഷിണ പോകുന്ന നേരത്ത് പുറകിൽ നിന്നു. പക്ഷെ അവിടെ നിന്ന സിസ്റ്റർ പുറകിൽ നിന്ന് എന്നെ പിടിച്ച് വലിച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പറഞ്ഞു, ടോക്കൺ പിടിച്ചോളാൻ പറഞ്ഞു. ടോക്കൺ ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല. മാതാവിന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മാതാവിനെ എനിക്ക് കിട്ടി. എന്താണെന്നറിയില്ല, സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണെന്നറിയില്ല, നന്നായിട്ടിരുന്ന് കരഞ്ഞു. മാതാവ് എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ചു. അടുത്ത തവണ എക്സാം എഴുതി റിസൾട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ പഠിക്കില്ല, പക്ഷേ മാധവന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ജയിപ്പിച്ചോ, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ എക്സാം ഡിസംബറിലാണ്. ജൂലൈ തുടങ്ങിയുള്ള പത്രങ്ങൾ പഠിക്കില്ല, പക്ഷെ പത്രം മാത്രം ഞാൻ വായിച്ചു. ആ പത്രത്തിന് ഓരോ ലൈനും ഓരോരുത്തരുടെ സാക്ഷിയും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക മാത്രമല്ല, അണ്ടർലൈൻ ചെയ്ത് അത് മാത്രം വായിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പഠിച്ച് കഴിയുമ്പോൾ മൈൻഡ് ഔട്ടാവും. അന്നേരം ഫോൺ കാണുമോ അങ്ങനെയൊന്നുമല്ല, ഈ സാക്ഷി ഇരുന്ന് വായിക്കും. വെറുതെ വായിക്കണയാ, പക്ഷെ എന്നാലും അങ്ങനെ വായിച്ച് ഓരോരുത്തരുടെ സാക്ഷ്യം എവിടെയാണെന്ന് വരെ എനിക്കറിയാം. പക്ഷെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. എക്സാം എഴുതാൻ പോയി. പപ്പയും മമ്മിയും കൂടെ വന്നു. തൃശ്ശൂരാണ് ഞാൻ എക്സാം, ഞാൻ പഠിച്ചത് ഇലയിട്ടില്ല. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. പപ്പയും മമ്മിയും എക്സാമിനെ കയറ്റി വിട്ടിട്ട് അവർ പ്രാർത്ഥിക്കാനും പോയി. അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലോ എന്താണെന്നറിയില്ല, എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 9ാമത്തെ തവണ എഴുതണമെന്ന് ആലോചിക്കണം. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്ന ഡേറ്റും ഞാൻ നോക്കിയില്ല, പേടിച്ചിട്ട്. കാരണം അത്രയും നാളും എഴുതിയത് ഇച്ചിരെങ്കിലും എനിക്കറിയാമായിരുന്നു. ഇത് എനിക്കറിയാമെന്ന് ഞാൻ പഠിച്ചിട്ടുമില്ല, ഒന്നും എഴുതാനും പറ്റിയിട്ടില്ല. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ ഞാൻ ചെന്നു, എക്സാം എഴുതി. നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതുവരെ കാണാത്ത പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ്. വീട്ടുകാർ ചോദിക്കുമ്പോഴൊക്കെ പറയും എളുപ്പമായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്കും മാധവനെ മാത്രമേ അറിയുള്ളൂ ഞാൻ അവിടെ എന്താ ചെയ്തു വെച്ചതെന്ന്. എഴുതി എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്ന് രാവിലെ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൻ്റെ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ. അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചു പറഞ്ഞു, ആൽഫി റിസൾട്ട് വന്നു, നീ പാസ്സായിടി. 3 പേര് എഴുതാനുണ്ടായിരുന്നു, അതിൽ ഞാൻ മാത്രം പാസ്സായി. 9ാമത്തെ തവണ ഞാൻ എഴുതിയ എക്സാമാണ്. അറിയില്ല, മാതാവ് എന്നെ രക്ഷിച്ചതാണത്. അന്നേരം ഞാൻ വിചാരിച്ചു, മാതാവേ ഇനി എന്നെ കൈവിടരുത്. കുറേ കരഞ്ഞു, കാരണം വീട്ടുകാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയായി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 4th ഇയർ എഴുതി. 4th ഇയറിൻ്റെ എക്സാം ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതുന്നത്, ഒറ്റയ്ക്ക് ഞാൻ മാത്രം.
മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പഠിക്കില്ല, ഫിസിയോളജി ചെയ്തു തന്ന പോലെ തന്നെ നീ തന്നെ ചെയ്തു തന്നോണം, ഞാൻ പഠിക്കില്ല. പക്ഷേ നല്ല പാടായിരുന്നു. 4 സബ്ജക്റ്റ് ഉണ്ട്, 2 സബ്ജക്റ്റും നല്ല പാടും, പ്രാക്ടിക്കൽ അതിലേറെ പാടും. പക്ഷേ ബാക്കി 2 സബ്ജക്റ്റും എനിക്ക് എളുപ്പമായിരുന്നു, പ്രാക്ടിക്കൽ ഇല്ലാത്തത്. പക്ഷേ റിസൾട്ട് വന്നപ്പം പ്രാക്ടിക്കലുള്ളത് ഞാൻ ജയിക്കുകയും ചെയ്തു, എളുപ്പമുള്ളത് ഞാൻ പൊട്ടുകയും ചെയ്തു. വീണ്ടും പരീക്ഷണമായി തുടങ്ങി. മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും എക്സാം എഴുതാം, പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടൈം തന്നെ ഞാൻ ജോലിക്ക് കയറി. ആ ടൈം ജോലി 9 മണി തുടങ്ങി 6 മണി വരെ 15 മണിക്കൂർ അങ്ങനെ ഇരുന്ന് ജോലിയും കഴിഞ്ഞ് ഞാൻ എങ്ങനെ പഠിക്കാനാ? വീട്ടിൽ പറഞ്ഞു, ജോലി മതിയാക്ക്, പഠിക്ക്, 2 വിഷയം കൂടെ അല്ലേ ഉള്ളൂ, അത് എഴുതിയിട്ട് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ വേണ്ട, ഞാൻ പറഞ്ഞു കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷേ ഞാൻ ആ എക്സാം എഴുതാൻ പോണതിൻ്റെ അന്ന് ഒരു കുഴപ്പമില്ല, രാവിലെ മുതൽ പഠിച്ചത് എന്തൊക്കെയോ വായിച്ചു വെച്ചു. പക്ഷേ കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്തു, അതിനൊക്കെ അത്യാവശ്യം അറിയുകയൊക്കെ ചെയ്യാം. എന്നാൽ പോലും വലിയ നോളജൊന്നുമില്ല, വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞാൻ എക്സാമിന് പോയി. എക്സാമിന് 3 മണിക്കൂറാണ്, 75 മാർക്ക്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ 1 മണിക്കൂർ ഞാൻ എക്സാം എഴുതി. എനിക്ക് യൂറിൻ ഇൻഫെക്ഷനുള്ള സമയം, എനിക്ക് ഭയങ്കരമായിട്ട് ബാത്റൂമിൽ പോകാൻ തോന്നുക, എനിക്ക് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ബാത്റൂമില്ല, ക്യാമറ ഉള്ളതുകൊണ്ട് അവർ സമ്മതിക്കുകയില്ല പുറത്തേക്ക് പോകാൻ. ഞാൻ പറഞ്ഞു, മാതാവേ എന്താ ചെയ്യുക? എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് ഞാൻ പേനയുടെ ക്യാപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവേ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ഇരുന്ന് കരഞ്ഞു. കാരണം ഇനി ഒരു എക്സാം ഒരു ആൻസർ പോലും, ഒരു പേന വെച്ച് ഒരു എസ് പോലും എഴുതാനുള്ള പറ്റില്ല. കാരണം എനിക്ക് അത്രയും ബാത്റൂമിൽ പോകാൻ തോന്നുക, എനിക്ക് പറ്റണില്ല. ഞാൻ പറഞ്ഞു, മാതാവേ നീ രക്ഷിച്ചോ. ഞാൻ ഉപ്പെടുത്ത് ഞാൻ വായിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. സാറ് അവിടെ ഇൻവിജിലേറ്റർ വന്ന ഒരു സാറും കൂടെയാണ്. സാറിനോട് സാറ് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ബാത്റൂം എന്ന് കേട്ടപ്പോൾ സാറ് പറഞ്ഞു ഇരുന്നോ, പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഇവിടുത്തെ മാതാവിനെ പോലെ ഒരു ആൾ വന്നു. പ്രിൻസിപ്പിൾ വന്നിട്ട് പറഞ്ഞു, മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. സമ്മതിക്കുമെന്നറിയില്ല, വിളിച്ച് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കി. അന്നേരം അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. മാഡത്തിൻ്റെ റിസ്കിൽ, ഈ അമ്മയെപ്പോലെ തന്നെ മാഡത്തിൻ്റെ റിസ്കിൽ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോള് പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു പോരെ, ആര് പറഞ്ഞാലും മാഡത്തിൻ്റെ റിസ്കിലാണെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇനി എനിക്ക് 3/4 മണിക്കൂറുണ്ട്, 3 മണിക്കൂറിൻ്റെ എക്സാം, 3/4 മണിക്കൂറുണ്ട്, 45 മാർക്കും കൂടെ എഴുതാനുണ്ട്. ഞാൻ എഴുതാനൊന്നുമില്ല, 3/4 മണിക്കൂറിന് ടെൻഷൻ അടിച്ചിട്ട് എല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. വീട്ടിലറിയില്ല. എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാസ്സൊന്നും ആവില്ല, ഉറപ്പല്ലേ, കാരണം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, എടി അത് 2 വിഷയം നീ പാസ്സായി, അതും പാസ് മാർക്കുള്ളൂ, പക്ഷെ എന്നാലും പാസ്സായിടി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, 29 ഒക്ടോബറിന് റിസൾട്ട് വന്നതാണ്. ഞാൻ 2 വിഷയവും പാസ്സായി. അങ്ങനെ BSc നഴ്സിംഗ് ഞാൻ കംപ്ലീറ്റായി. കുറേ കരഞ്ഞ് മാതാവ് രക്ഷിച്ചുകൊണ്ട് മാത്രം പാസ്സായതാണ്. എനിക്ക് ഇത്രയും അധികം മാതാവിനോട് ഇഷ്ടം തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും എഴുതിയില്ല, 3/4 മണിക്കൂറും കൊണ്ട് എന്തോ കാണിച്ചു വെച്ചേക്കണ എക്സാം. ആ 1.25 മണിക്കൂറാണ് ഞാൻ എക്സാം എഴുതിയേക്കണം, ബാക്കി ഫുൾ കരഞ്ഞു തീർത്തതാണ്. അതുകൊണ്ട് അത്ഭുതം ആയി. ഫിസിയോളജി തുടങ്ങി ഈ സമയം വരെ എനിക്ക് അത്ഭുതത്തിൻ്റെ പെരുമഴയാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ളവർക്കും. അതുപോലെ തന്നെ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ എവിടെയും കിട്ടണമൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കോളേജ് മേറ്റ് കുറേ നാളായി അവളുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ. പക്ഷെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. അവരെന്നോട് പറഞ്ഞു 10 തരാം, പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ഇനി കൂട്ടി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, 10 ഞാൻ കയറാം എന്ന് പറഞ്ഞു. കയറുന്നതിന് 2 ദിവസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്റ്റലൊക്കെ നോക്കണം, കാരണം തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോണത്, ഹോസ്റ്റൽ നോക്കണം. എൻ്റെ വീട് എറണാകുളം.
അന്നേരം ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ നോക്കി 5 അവിടെ കൊടുക്കേണ്ടത്, ബാക്കി 5 എൻ്റെ കയ്യിലിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ പോയി. പോണേൻ്റെ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 5 കിട്ടുള്ളൂ, ബാക്കി കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതങ്ങനെയാണ്, ഇപ്പം 5 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, മാതാവൻ എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന പോലെ നീ സമ്മതിക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ 5ൻ്റെ പേരിൽ വീട്ടിലൊന്നും അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ 5എങ്കിൽ 5 ഞാൻ പോവാമെന്ന് പറഞ്ഞു. വീട്ടിലറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിയില്ല മമ്മിക്ക്. അമ്മ എന്നിട്ട് പോണേനെ അന്ന് തന്നെ പപ്പ എന്നോട് പറഞ്ഞു പൈസ വേണോടി, വേണ്ട ഞാൻ ചെയ്തോളാം, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പപ്പയും മമ്മിയും അറിഞ്ഞു തന്നു. എനിക്ക് അറിയില്ല, 20 മിനിറ്റ് ഉണ്ട് എനിക്ക് ട്രാവൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്. പക്ഷെ 2 ആഴ്ച എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണോന്നറിയില്ല, എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്തില്ല, 8 ആക്കി സാലറി. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും 5, എനിക്ക് മാത്രം 8. അത് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ മാതാവിനോട് ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണത്, ഞാൻ മാത്രമാണോ, ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ കൂടെ കയറിയതല്ലേ, എന്തിനാ എനിക്ക് മാത്രം എന്ന് ചോദിച്ചു. അന്നേരം പിന്നെ മാതാവ് എന്നോട് ഉള്ളിൽ നിന്ന് പറഞ്ഞു നീ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി, ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, അതിനുള്ളത് കുറച്ചായിട്ട് ഇപ്പോഴേ ഞാൻ തന്നുകൊണ്ടിരിക്കുക നിനക്ക്, മനസ്സിൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ തോന്നണു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി, അക്കോമഡേഷൻ 5 കൊടുക്കണമല്ലോ. പക്ഷേ മാതാവ് സഹായിച്ച് ഇപ്പോൾ 7 മാസമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, 8 മാസമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 2 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു അക്കോമഡേഷൻ നിനക്ക് ഫ്രീ ആയിട്ട് തരാം, എനിക്ക് മാത്രം. സാലറിയും കൂട്ടിത്തന്നു, 15 ആക്കി. അങ്ങനെ അത്ഭുതത്തേമേ അത്ഭുതമായി. അങ്ങനെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നു. എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് അടുത്ത ഉടമ്പടി ഞാൻ വെച്ചത്. അവന് പ്രാക്ടിക്കൽ എക്സാം നല്ല ടഫായിരുന്നു. അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിസ്റ്റത്തിൽ എന്തോ മിസ്റ്റേക്ക്